അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള അടുത്തൊരു പണിപ്പുര ടാസ്കിന്റെ ഒരു ലൈവാണ് ഇപ്പൊ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 2 വട്ടമായിട്ട് ആദില, നൂറ, ജിസേല്, ആര്യൻ, അനീഷിനെ ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, ബാക്കി എല്ലാവരും കൊണ്ടുപോയി കളഞ്ഞ ആ ഒരു പണിപ്പുര ടാസ്കിലേക്കുള്ള പോയിന്റ് ബിഗ് ബോസ് വീണ്ടും കാരുണ്യം കൊണ്ട് വീണ്ടും കൊടുത്തിരിക്കുകയാണ്. കൊടുത്തിരിക്കുന്നത് 1050 പോയിന്റ് ആണ്. പക്ഷെ ഇതിനകത്ത് 7 ടാസ്കുകൾ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 4 റൗണ്ടുകളിൽ ഡിബേറ്റും പിന്നൊരു 3 റൗണ്ട് മറ്റൊരു ഗെയിമാണ്. ആ ഗെയിമിന്റെ പ്രൊമോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു വല്ലാത്ത ഗെയിമാണ്. അപ്പോൾ ഏതായാലും ശരി, ഈ ടാസ്ക് ആദ്യത്തെ 4 റൗണ്ട് ടാസ്കുകൾ എന്ന് പറയുന്നത് ഡിബേറ്റ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സരികയും നൂറയും തമ്മിൽ ഡിബേറ്റ് ചെയ്തു. സരിക നന്നായിട്ട് പറഞ്ഞു. നൂറയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക് അല്ലല്ലോ. ഈ ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. നൂറയ്ക്ക് അത് പറയാനുള്ള ഒരു കഴിവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് ശാരികയും സരികയും ആയിരുന്നുവെങ്കിൽ സംസാരിച്ചേനെ. പിന്നെ രണ്ടാമത് നെവിനും ശൈത്യയുമാണ് വന്നത്. അവിടെയാണ് ട്വിസ്റ്റ്. കാരണം എന്ത്, അനുമോളുടെ പാവാടയല്ല താനെന്ന് വളരെ അധികം ഷൗട്ട് ചെയ്തിട്ട് ശൈത്യ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അവിടെ നെവിൻ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഡിബേറ്റിനകത്ത്. ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ശൈത്യയാണ്. ശൈത്യ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നെവിൻ ഇവിടെ വന്നിരിക്കുന്നത് ലാലേട്ടനെ കാണാനാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ കുടുംബത്തിനും എനിക്കും പിന്നെ എന്നെ കുടുംബത്തിനെയും എന്നെയും നാണം കെടുത്തിയ കുറേ പ്രേക്ഷകരുണ്ട്. അത് ശൈത്യയുടെ കുറച്ച് പേഴ്സണൽ കാര്യമാണ്, വേറൊന്നുമല്ല. ശൈത്യ ഒരു സൂപ്പർ അമ്മയും മകളും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ശ്വേതാ മേനോനെ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഒക്കെ ഇപ്പോഴും വൈറലാണ്. അതുമായി ബന്ധപ്പെട്ട് ശൈത്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറ്റുക എന്നുള്ള രീതിയിൽ ശൈത്യയോടെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് സ്പേസ് കിട്ടിയിട്ടുള്ളിടത്തെല്ലാം ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസിൽ ആർക്കും ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, നിങ്ങൾ വന്ന് കളിക്കൂ, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ ആ പോയിന്റേ ഒരു ഇത്തിരി ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അവസാനം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ രേണു ചേച്ചിക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് അയ്യോ ശൈത്യോ എങ്ങനെയാണ്, പക്ഷെ ഞാൻ അത് നേടിയെടുത്ത് കാണിച്ചു കൊടുത്തു. അത് നല്ലൊരു പോയിന്റാണ്. അതേസമയം നമ്മുടെ നെവിൻ പറഞ്ഞത് വളരെ കൂളായിട്ട് സില്ലി ആയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ എൻജോയ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. വേറൊന്നുമല്ല, ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയൊരു ഫൺ അത് താനാണ്. തന്നെ എവിക്റ്റ് ചെയ്ത് വിട്ടു നോക്ക്, ഈ ബിഗ് ബോസ് വീട് കിടന്ന് ഉറങ്ങും എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെവിൻ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ എടുക്കുന്നത്. എല്ലാവരെയും എന്റർടൈൻമെന്റ് ചെയ്യിക്കുക, അതായത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ളവരെയും പുറത്തുള്ളവരെയും എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നെവിൻ വിചാരിക്കുന്നത്. പക്ഷെ അത് മാത്രം കൊണ്ട്, ആ ഒരു സ്ട്രാറ്റജി മാത്രം കൊണ്ട് നെവിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം ആ ഒരു ഡിബേറ്റിന്റെ അവസാനം നെവിൻ ശൈത്യയെ അനുമോളിന്റെ പാവാട എന്നുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. ജസ്റ്റ് ടാസ്കിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് ടാസ്കിന് വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലാക്കാതെ ഈ ടാസ്കിന്റെ ഇടയിൽ ഓരോ തവണയും ഈ ശൈത്യ നെവിന്റെ സ്പേസിൽ കയറി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്ക്വാളിഫൈ ആക്കുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരും. പിന്നെ അവസാനം താൻ അനുമോളുടെ പാവാടയൊന്നും താങ്ങി നടക്കുകയല്ല, അനുമോൾ ചെയ്ത തെറ്റ് താൻ ചോദിക്കേണ്ടടുത്ത് ചോദിച്ചിട്ടുണ്ട്, പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ശൈത്യ ട്രിഗറായി. അപ്പോൾ അനുമോളിന്റെ ഫേസ് എന്ന് പറയുന്നത് അനുമോൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ശൈത്യ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മെറ്റീരിയൽ ഒന്നും അല്ല. തനിക്ക് എതിരെ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നു എന്ന് എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ ശൈത്യയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ശൈത്യയ്ക്ക് അനുമോളോട് നേരിട്ടത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഒരു തരത്തിലൂടെയൊക്കെ വിസിബിൾ ആക്കി തന്നെ അനുമോളോട് പറയുന്നു, അനുമോളെ എൻ്റെ കൂടെ നിൽക്കല്ലേ, എനിക്കിവിടെ പണി കിട്ടും എന്ന് തന്നെയാണ് ശൈത്യ പറയുന്നത്. സോ അനുമോളെ കുറിച്ച് ആ പറഞ്ഞ രീതി എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. കാരണം വെച്ചാൽ അനുമോൾക്കും അന്നേരം മനസ്സിലാവുമല്ലോ തൻ്റെ ഒപ്പമൊന്നും ശൈത്യൊന്നും ഇല്ല എന്ന്. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കളി അവിടെ വേണ്ട എന്നുള്ളത് അനുമോൾക്കും മനസ്സിലാകും. പിന്നെ ശൈത്യ അത് ഒളിഞ്ഞും അവിടെ ഇവിടെയും പോയിരുന്ന് മൂലയ്ക്കിരുന്ന് പറഞ്ഞത് അങ്ങ് ഒഴിവായല്ലോ. അനുമോൾ കേക്കെ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് ശൈത്യ ചെയ്തത്. അതിനുശേഷം പിന്നെ അക്ബറും അതുപോലെ അഭിയും തമ്മിലുള്ളൊരു ഡിബേറ്റ് ഇവിടെ ഉണ്ടായി. അത് ഗ്രൂപ്പിസത്തെ കുറിച്ചായിരുന്നു. അഭി നന്നായിട്ട് സംസാരിച്ചു, പക്ഷെ അക്ബർ ഭയങ്കര ക്ഷമയോടെ നല്ല ഭംഗിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിസം നല്ലതാണ് എന്ന്. കാരണം ഈ ഗ്രൂപ്പിസത്തിനെ സൗഹൃദം എന്ന് പറഞ്ഞൊരു പേരിലേക്ക് അക്ബർ അത് മാറ്റുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒനീലും ശാരികയുമാണ്. അതായത് ആ മിഡ് വീക്ക് എവിക്ഷനിൽ രണ്ടുപേരും പുറത്തു പോകുന്നുണ്ടല്ലോ, അതിൽ തിരിച്ചു വരാൻ യോഗ്യൻ താൻ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും ഡിബേറ്റ് ചെയ്യേണ്ടത്. അതിൽ ശാരിക നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതി, പക്ഷെ പോയിന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും നല്ല പോയിന്റ് കൊടുക്കാൻ പറ്റിയത് ഒനീലിനാണ്. കാരണം ഒനീൽ ശരിക്കും അനീഷിന്റെ ഭാഗ്യം കൊണ്ട് മിഡ് വീക്ക് എവിക്ഷനിൽ പോയ ഒരു വ്യക്തിയാണ്. വളരെ ഷോക്കിംഗ് ആയിരുന്നു ഒനീലിന്റെ കാര്യം എന്ന് പറയുന്നത്. അത് പ്രേക്ഷകർക്കും അവർക്കും ഒനീലിനും ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ അവിടെ പോയി ആ ഒരു ഡെഡ് സോണിൽ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചെറിയൊരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ ഒനീൽ ആദ്യം വന്നപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഇന്നും പറഞ്ഞു. അതായത് അവിടെ ഇരുന്ന ഒരു ഫ്ലവർ മാത്രമായിരുന്നു ഒനീലിന് കാണാൻ സാധിച്ചത്. ആ ഫ്ലവറിന്റെ ലീഫും ഫ്ലവറിന്റെ ഇതളും ഒക്കെ എണ്ണി താൻ അവിടെ ഇരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ നന്നായിട്ട് ഡിബേറ്റിൻ്റെത് കഴിഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ജഡ്ജസ് ആയിട്ടുള്ളത് ആര്യൻ, അനീഷ്, ജിസേൽ, ആദില, ഇവർ 4 പേരുമായിരുന്നു. ആദ്യമായിട്ടൊരു ടാസ്ക് അടിയൊന്നും കൂടാതെ ലഹളയൊന്നും ഇല്ലാതെ നടന്നു. അപ്പോൾ വളരെ സുന്ദരമായിട്ട് ഈ ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ബിഗ് ബോസ് എന്ന് നമ്മുടെ അനീഷ് പറയുമ്പോൾ വേറൊന്നും ഇല്ലേ, ഒരു ഗിഫ്റ്റ് ആയിട്ടൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ്. അപ്പോൾ ബിഗ് ബോസ് തന്നെ ഫണ്ണായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം എന്നാണ് നമ്മുടെ ബിഗ് ബോസ് അനീഷിനോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ ഒരു ടാസ്ക് കഴിഞ്ഞു. അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നത് നമ്മുടെ ശൈത്യക്ക് നല്ലൊരു സ്മാർട്ട്നെസ് ഒക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് കളിച്ചില്ല എന്നുള്ളൊരു പരാതിയേ ഉള്ളൂ. പക്ഷേ അനുമോള് ശൈത്യ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ അകത്ത് അവരുടെ ഇടയിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയേച്ചും വരാം. ബൈ.